ബിഗ് ബോസ് മലയാളം സീസൺ 6 സിജോ പുറത്തായി. സിജോ പുറത്തായതിനെ കുറിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. 100% പുറത്തായി എന്നൊക്കെ ഉള്ളത്. സിജോ പുറത്താകാൻ കാരണം സായി ആണെന്ന് പറഞ്ഞും ഒരുപാട് ന്യൂസുകൾ വെളി വരുന്നുണ്ട്. എനിക്കും തോന്നി സായി തന്നെയാണ് അതിന് കാരണം. സായി വൈൽഡ് കാർഡായിട്ട് വന്നിട്ടേ അകത്തോട്ട് പോയപ്പോൾ എല്ലാവരും വിചാരിച്ചു സായി പറയുന്നത് എല്ലാം കറക്റ്റ് ആണെന്ന്. എന്നിട്ട് സായിയുടെ കൂടെ ഒരു ടീം ഉണ്ടായി. സായിയുടെ ടീം എന്ന് പറഞ്ഞാൽ സായി നേതാവും സിജോ പോലും, നമ്മളെ വലിയ ഗെയിമർ വെച്ചത് സിജോ പോലും സായിക്ക് താഴെ നിന്ന് ഈ രാജാവ് പറയുമ്പോൾ മന്ത്രി കേൾക്കുന്ന പോലെ എസ് എസ് എന്ന് പറയുന്ന ഒരാളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നന്ദന ഇവരുടെ ടീമിൽ പെട്ടതോടെ നന്ദനയും കറക്റ്റ്, നന്ദനയ്ക്ക് കിട്ടേണ്ടത് കൃത്യമായിട്ട് കിട്ടി. അപ്പൊ ഇതിനകത്ത് പ്രയോജനം ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു സായിയാണ്. 5 ലക്ഷം രൂപയെങ്കിലും കിട്ടിയെന്ന് പറയാം. അല്ലെങ്കിൽ സായി ആയിരുന്നു ഈ ആഴ്ച പുറത്താകേണ്ടത്. ഈ വലിയ വലിയ ഫാൻ ബേസ് ഉണ്ടെന്ന് പറഞ്ഞ് അകത്ത് പോയി നിന്നിട്ട് ഒന്നും നേടാൻ കഴിയാതെ നെഗറ്റീവായിട്ട് പുറത്തായ ഒരു കണ്ടസ്റ്റന്റ് ആണ് സായി കൃഷ്ണ. 5 ലക്ഷം രൂപ കിട്ടി എന്നുള്ളതല്ലാതെ. ഇതിനെപ്പറ്റി മൂപ്പന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലേഡി സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് എനിക്കെന്തോ അത് കേട്ടപ്പോൾ എനിക്ക് കറക്റ്റ് ആണെന്ന് തോന്നി. മൂപ്പന്റെ ചാനൽ ഇട്ടിട്ടുമുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും അത് കൃത്യമായ ഒരു ഗെയിമിനെ വിലയിരുത്തിയ ഒരാൾ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. സിജോ റീഎൻട്രി കയറിയ സമയത്ത് ഈ സായി കൃഷ്ണ ഒന്നും വൈൽഡ് കാർഡായിട്ട് ചെന്നില്ലായിരുന്നെങ്കിൽ സിജോ ഇപ്പോഴും അവിടെ കാണുമായിരുന്നു. ബിക്കോസ് ഈ സായി കൃഷ്ണയുടെ പ്ലാനിങ് കാരണമാണ് സിജോ ഇപ്പോൾ ഔട്ടായത്. കാര്യം പ്രേക്ഷകരെ അത്രയ്ക്ക് വെറുപ്പിച്ച് ഇവരുടെ പ്ലാനിങ് കണ്ട് ഈ സിജോ സായി ഇല്ലായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ മേ ബി ടോപ്പ് 2-ലെങ്കിലും എത്തിയനായിരുന്നു. പിന്നെ നന്ദന എന്ന് പറഞ്ഞ ആളെയും ഇവന്മാരുടെ പ്ലാനിങ്ങിനകത്ത് വന്നതുകൊണ്ടാണ് ആ കൊച്ചും പ്രേക്ഷകരുടെ പ്രീതി കിട്ടാതെ പുറത്തായി പോയത്, വോട്ട് കുറഞ്ഞ് പുറത്തായി പോയത്. ഇല്ലെങ്കിൽ ആ കൊച്ചിന് കയറിയ സമയത്തൊക്കെ നന്നായിട്ട് ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. അതിനെയും കുളമാക്കി. പിന്നെ അപ്സര എന്ന് പറഞ്ഞൊരു ഒരാളുണ്ടായിരുന്നല്ലോ, അതും നല്ലതായിട്ട് കളിച്ചു വന്ന ഇവന്മാർ കയറി അവന്മാരുടെ ആ ഒരു ഹോട്ടൽ ടാസ്ക് വന്നപ്പോഴാണ് അപ്സരയെ എല്ലാവരും വെറുത്തത്. ഈ സായി പറഞ്ഞതൊക്കെ കേട്ട് അവിടെ നിന്ന് തുള്ളിയില്ല കിടന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടിയത് കൊണ്ടാണ് അപ്സരയും വെറുത്ത് അപ്സരയും പുറത്തത്. അപ്പം ഇതിനെല്ലാം കാരണം ഈ സായി കൃഷ്ണയാണ്. ഈ സായി കൃഷ്ണ വയൽക്കാടായിട്ട് കയറിയില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴും സിജോയും നന്ദനയും അപ്സരയും അവിടെ കണ്ടേനയുമായിരുന്നു. കാര്യം അവരത്യാവശ്യം കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. സത്യമാണ്. എനിക്ക് ഈ വോയിസ് കേട്ടപ്പം സത്യമാണെന്ന് തോന്നി. കാരണം വേറൊന്നുമല്ല, സായി കൃഷ്ണ അവിടെ എന്തോ വലിയൊരു സംഭവമാണെന്ന് സായി കൃഷ്ണ തന്നെ വരുത്തി തീർത്തു. പിന്നെ വെളിയിലൊക്കെ എല്ലാവരും കാണുന്ന സീക്രട്ട് ഏജന്റ്, വലിയ സബ്സ്ക്രൈബർ ഉണ്ട്, വലിയ ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ പുള്ളി പറയുന്നതെല്ലാം അതും വെളിയിൽ നിന്ന് കളി കണ്ടിട്ട് പോയി. അപ്പൊ പുള്ളി ചെയ്യുന്ന എല്ലാം കറക്റ്റ് ആണ് എന്ന് വിചാരിച്ച് കുറെ പേര് അങ്ങനെ സായി കൃഷ്ണയ്ക്ക് അവിടെ ഒരു ഇതുണ്ടാക്കാൻ പറ്റി. എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരെല്ലാം നെഗറ്റീവ് ആക്കുന്ന ഒരു ഗെയിം സ്വയം അതുപോലെ തന്നെ സ്വന്തമായിട്ടും അങ്ങ് നെഗറ്റീവ് ആവുക. ഇതായിരുന്നു സായിയുടെ ഗെയിം. സായി അവിടെ ഈ കുട്ടി പറഞ്ഞത് കറക്റ്റ് ആണ്. ഈ കുട്ടി പറഞ്ഞ പോലെ ഇവര് പ്ലാനിങ് ആണ്. ഇവർ എപ്പം നോക്കിയാലും പ്ലാനിങ്. ആദ്യം അപ്സരയുമായിട്ടായിരുന്നു പ്ലാനിങ്, പിന്നെ നന്ദനയുമായിട്ടായി പ്ലാനിങ്. ഈ പ്ലാനിങ് മാത്രം നടക്കുകയും ഈ ഒന്നും നടക്കാതെ ഈ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആകാതെ വന്നപ്പോൾ ജനങ്ങൾ തന്നെ ഈ പ്രേക്ഷകർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്ലാനിങ് മാത്രമേ ഉള്ളെന്ന്. അങ്ങനെ തന്നെ കുറെ വെറുത്ത് ഈ സായി കൃഷ്ണ അവിടെ കാണിച്ചത്. ഞാൻ സത്യം പറയില്ല, എനിക്ക് സായി കൃഷ്ണ അവിടെ കയറിയിട്ട് സായി കൃഷ്ണ കാണിച്ച ഒരു ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കളിച്ച ഒരു ഗെയിം അവിടെ ഗെയിം എന്ന് പറഞ്ഞ് സായി കൃഷ്ണ എന്താ കളിച്ചത്? സായി കൃഷ്ണ അവിടെ എന്തെങ്കിലും ലാലേട്ടൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഒരുമാതിരി പൊളിഞ്ഞ ഒരു സംസാരവും സംസാരിച്ചിട്ട് പുള്ളി എന്തോ വലിയ താരമാണെന്ന് വിചാരിച്ച് ഇവരെ വലിയൊരു സംഭവമാണെന്ന് ഇവരെല്ലാം തെറ്റിദ്ധരിപ്പിച്ചു. ആ തെറ്റിദ്ധാരണയിലാണ് ഇപ്പോൾ സിജോ പുറത്തായിരിക്കുന്നത്. അല്ല, സിജോയുടെ അൺഫെയർ ഒന്നും അല്ല സിജോയുടെ എവിക്ഷൻ. എല്ലാവരും പറയാം അൺഫെയർ ആണെന്നൊക്കെ. ഒരു അൺഫെയറും ഇല്ല. സിജോ കറക്റ്റ് ആണ്. സിജോ ഇന്ന് പുറത്താകേണ്ട ആൾ തന്നെയാണ്. ഇന്ന് സായി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതിൽ പുറത്താകേണ്ടത്. ആ സ്ഥാനത്ത് സിജോ പുറത്തായി എന്ന് മാത്രമേ ഉള്ളൂ. സിജോയ്ക്ക് അത്രയും ഫാൻ ബേസ് വെളിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം സിജോ കുറച്ച് പവർഫുൾ ആയിട്ട് മേളിലോട്ട് വരുമ്പോഴത്തേക്ക് അപ്പം തന്നെ സായി തലക്കടിച്ച് താഴോട്ടങ്ങ് താട്ടും. എന്നുവെച്ചാൽ സായി പിന്നെ അവിടെ പ്ലാനിങ്ങാണ്. അവിടെ ഓരോരുത്തരെ പറ്റി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ എന്തോ സംഭവം, ഞാൻ കളിച്ചാൽ ഇങ്ങനെ കളിക്കും, എൻ്റെ സ്വഭാവം, ഞാൻ സായി കൃഷ്ണയാണ്, ഞാൻ സീക്രട്ട് ഏജന്റ് ആക്കരുത്, അല്ലെങ്കിൽ ഞാൻ സീക്രട്ട് ഏജന്റ് അല്ല ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്ന് ജീവിതം നന്നാക്കാൻ വന്ന ആളായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ഈ രണ്ടുപേര് ആദ്യമേ നന്ദന പുറത്തായി. അതിനുശേഷം എന്തായാലും സായി 5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പുറത്തായി. ഇപ്പൊ സിജോയും പുറത്തായി. ഇവര് കളിച്ച ആ നെഗറ്റീവ് ഗെയിം, അത് ലാസ്റ്റ് ഒക്കെ വന്നിട്ട് ഇവര് കളിച്ച ആ നെഗറ്റീവ് ഗെയിം ഇവർക്ക് ഒരുപാട് എഫക്ട് ചെയ്തു. പെങ്ങളുകുട്ടി പാസം. ഞാൻ ചോദിക്കുന്നത്, ഈ ബിഗ് ബോസിലൊക്കെ പോകുന്നത് കപ്പടിക്കാനാണോ ബന്ധം കൂടാനാണോ? എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യം. അത് ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ ബന്ധം കൂടിയിരിക്കുന്നത്. നമ്മൾ പല സീസണിലൊക്കെ കണ്ടിട്ടുണ്ട്, ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടുണ്ട്, ലവ് അഫെയർ കണ്ടിട്ടുണ്ട്, ഇതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സീസണിലായിരുന്നു വെറുപ്പിച്ച് പണ്ടാരം അടങ്ങുന്നത്. എന്തായാലും സിജോ പുറത്തായിട്ടുണ്ട്.
എന്തായാലും മറ്റുള്ളത് ഇനിയിപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡിലെ കാണിക്കത്തുള്ളൂ തോന്നുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.